നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രവാസി മലയാളിയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. മറ്റൊന്നുമല്ല, നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ള കാനഡയിൽ വലിയ മാജിക് ഒന്നും സംഭവിച്ചതേയില്ല. കാനഡയിൽ വീണ്ടും പ്രധാനമന്ത്രിയെ എത്തിയിരിക്കുന്നത് ജസ്റ്റിൻ ട്രൂഡോയാണ്. വാർത്തകളിലേക്ക്. കാനഡ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ രണ്ടാം തവണയും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടിക്ക് വിജയമാണ്. എന്നാൽ മതിയായ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ മറ്റ് പാർട്ടികളുടെ കൂടി പിന്തുണയോടെ മാത്രമേ ഭരിക്കാനാകൂ. ഇതോടെ കാനഡയിൽ തൂക്കു സർക്കാർ ഉറപ്പായി. ആകെയുള്ള 338 സീറ്റിൽ 157 സീറ്റിലാണ് ലിബറൽ പാർട്ടി വിജയിച്ചത്. ജസ്റ്റിൻ ട്രൂഡോയുടെ ഈ വിജയത്തിൽ ആശംസകൾ പ്രവഹിക്കുകയാണ്. ആശംസകളുമായി രംഗത്തെത്തിയിരിക്കുന്നതാകട്ടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപ് ആശംസകളുമായി വരുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നടന്ന G7 ഉച്ചകോടിയിലാവാം. അന്ന് ഇദ്ദേഹത്തെ വിളിച്ചത് നിറയില്ലാത്തവരാണ് ജസ്റ്റിൻ ട്രൂഡോ എന്നാണ്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തവണ ജസ്റ്റിൻ ട്രൂഡോയുടെ വിജയത്തിൽ അതിയായി സന്തോഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആശംസകൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആശംസകൾ ഇങ്ങനെയാണ്: മികച്ച പോരാട്ട വിജയത്തിന് ട്രൂഡോയ്ക്ക് ആശംസകൾ നേരുന്നു. ഇരു രാഷ്ട്രങ്ങളുടെയും പുരോഗതിക്കായി താങ്കളോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം നടന്ന G7 ഉച്ചകോടിയിൽ ട്രൂഡോയെ ട്രംപ് നിറയില്ലാത്തയാളെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അതൊക്കെ പഴയ കഥ. ഇനി എന്തായിരുന്നാലും അവർ തികച്ചും കട്ട ചാൻസായി മുന്നോട്ട് പോകും. എന്നാൽ ജസ്റ്റിൻ ട്രൂഡോ തന്നെയും തന്റെ പാർട്ടിയെയും വിജയിപ്പിച്ചതിന് വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തു. കാനഡയെ ശരിയായ പാതയിൽ നയിക്കുന്നതിന് തന്നിൽ വിശ്വാസം അർപ്പിച്ചതിന് നന്ദിയുണ്ടെന്നും കാനഡക്കാർക്ക് വേണ്ടി തന്റെ ടീം കഠിന പ്രയത്നം ചെയ്യുമെന്നും ട്രൂഡോ വ്യക്തമാക്കി. ബലമറിഞ്ഞ 304 സീറ്റിൽ ട്രൂഡോയുടെ ലിബറൽ പാർട്ടി ഓഫ് കാനഡയ്ക്ക് 146 സീറ്റാണ് ലഭിച്ചത്. എന്നാൽ ഭൂരിപക്ഷ സർക്കാർ ഉണ്ടാകാൻ 170 സീറ്റുകൾ വേണം. അതേസമയം ട്രൂഡോ സർക്കാർ പരാജയമാണെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടി സർക്കാർ രൂപീകരണത്തിന് തയ്യാറാവുമെന്നും തങ്ങൾ വിജയിക്കുമെന്നും കൺസർവേറ്റീവ് നേതാവ് ആൻഡ്രൂ സച്ചീർ വ്യക്തമാക്കിയിരുന്നു. കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. എന്തായാലും മറ്റൊരു പേര് തൽക്കാലമില്ല. വീണ്ടും ജസ്റ്റിൻ ട്രൂഡോ സേഫായി മുന്നോട്ട് പോകും. മറ്റു പ്രവാസി വാർത്തകളുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.